അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് റെപ്രസെൻറ്റേഷൻ ആണ് പറയുന്നത്. ടെക്സ്റ്റ് റെപ്രസെൻറ്റേഷനിൽ ഇപ്പോൾ നമ്മൾ ബൈനറി ആയിട്ട് വേണം എല്ലാ കമ്പ്യൂട്ടറും സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ബൈനറി, എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബൈനറി, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു ബൈനറി, സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്തത് ഡി, അങ്ങനെ സ്റ്റോർ ചെയ്ത് പോകും. ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ കോഡ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇതിന് കോഡ് എന്ന് പറയും. ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിന് കോഡിംഗ് എന്ന് പറയും. അത്ര ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഇതിലിപ്പം ഞാൻ 1, 2, 3, 4, 5 ബിറ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. 5 ബിറ്റ് ആകുമ്പോൾ എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് 2⁵5 ആണ്. 2⁵5 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 × 2 4 × 2 8 × 2 16 32 32 ക്യാരക്ടർ എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും നമ്പർ വെച്ചിട്ട് സ്റ്റോർ ചെയ്താൽ അടുത്ത നമ്പർ ഏതായിരിക്കും? ഇതിൽ അടുത്ത നമ്പർ ഏതാണെന്ന് പറയാൻ പറ്റുമോ? അടുത്ത നമ്പർ ഏതായിരിക്കും അല്ലേ? ഇതല്ലേ അടുത്ത നമ്പർ ആണോ? ഹലോ. അപ്പോൾ ഇങ്ങനെ ഓരോ നമ്പർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പം ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റോർ ചെയ്യും, നിങ്ങൾ വേറൊരു രീതി സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കും മനസ്സിലാകത്തില്ല. ഇപ്പം ഞാൻ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതാണ് പറയുന്നതെങ്കിൽ നിങ്ങളും അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഞാൻ ഇങ്ങനെ 10000 എന്നാണ് സ്റ്റോർ ചെയ്തേക്കുന്നതെങ്കിൽ എ ആണ്, 10001 എന്നാണ് സ്റ്റോർ ചെയ്തേക്കുന്നതെങ്കിൽ ബി ആണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകണം. അപ്പോൾ അതിനാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് നിയമങ്ങൾ ആൾക്കാർ പാലിക്കേണ്ടത്. അപ്പോൾ ടെക്സ്റ്റ് റെപ്രസെൻറ്റേഷന് ചില പ്രോട്ടോക്കോളുകളൊക്കെ ഉണ്ട്, ആൾക്കാർ പാലിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇതിൽ ആദ്യത്തേത് ടെക്സ്റ്റാണ്. ഡാറ്റ റെപ്രസെൻറ്റേഷൻ ടെക്സ്റ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബിറ്റ് പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൽ ഓരോന്നിനും കോഡ് എന്ന് പറയും. റെപ്രസെൻറ്റ് ചെയ്യുന്ന പരിപാടിക്ക് ദ പ്രോസസ് ഓഫ് റെപ്രസെൻറ്റിങ് ഈസ് കോൾഡ് കോഡിങ്. പിന്നെ ആസ്കി എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ടെന്ന് പറഞ്ഞു. ആസ്കി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിവിടെ ഈ എക്സൽ എഴുതിയില്ലേ, അതുപോലെ ANSI എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ANSI ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ANSI എന്ന് പറഞ്ഞാൽ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. അവരാണ് ഈ ആസ്കി കോഡ് ക്രിയേറ്റ് ചെയ്തത്. അവർ പറഞ്ഞു അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നോട്ട് ചെയ്തോ, അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ആൻസിയുടെ ഫുൾ ഫോം. അവർ ഡെവലപ്പ് ചെയ്ത ഒരു കോഡിംഗ് ആണ്. അതായത് അവർ കുറച്ച് കോഡിങ്ങിന് ഇട്ടു. അവർ യൂസ് ചെയ്തത്, ഞാനിപ്പോൾ 5 ബിറ്റിൻ്റെ എക്സാമ്പിളാണ് കാണിച്ചത്. അവർ 7 ബിറ്റിലാണ് ഒരു നമ്പർ റെപ്രസെൻറ്റ് ചെയ്ത്. ആ 7 ബിറ്റ് നമ്പർ റെപ്രസെൻറ്റ് ചെയ്ത് അവർ കുറേ പാറ്റേൺ ഉപയോഗിച്ചു. അപ്പോൾ 7 ബിറ്റ് ഇട്ടപ്പോൾ 128 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ വരുന്ന എല്ലാവർക്കും സ്റ്റോർ ചെയ്യാൻ പറ്റി. അതിന് അവരൊരു പേരിട്ടു. അതിൻ്റെ പേരാണ് ആസ്കി കോഡ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അത് 7 ബിറ്റ് വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്തത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ 7 ബിറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് അല്ല. സാധാരണ 8, 16, 32 അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് 7 മാറ്റി അവർ 8 ആക്കി. 8 ആക്കിയപ്പോൾ ശരിക്കും 2⁸8 സ്റ്റോർ ചെയ്യായിരുന്നു. പക്ഷേ അവർ ആദ്യത്തെ ബിറ്റ് എല്ലാം 0 ആയിട്ട് തന്നെ വെച്ചു. കാരണം ആസ്കി അതേപടി തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ആസ്കിയുടെ ക്യാരക്ടേഴ്സ്, അതായത് 7 ബിറ്റുള്ള ക്യാരക്ടർ ഇല്ലേ, അതെല്ലാം അതിലിപ്പം എ എന്ന് പറയുന്ന ക്യാരക്ടർ ഇതാണെങ്കിൽ ഇതിപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 ക്യാരക്ടർ ഉണ്ട്. ഇതിൽ കണ്ട ആദ്യത്തെ എല്ലാം 0 ആണ്. അപ്പോൾ ഇതായിരിക്കും ശരിക്കും ആസ്കിയിൽ ഈ 1 തൊട്ട് തുടങ്ങുന്നതായിരിക്കും ആസ്കിയിൽ റൈറ്റ് സൈഡിലുള്ള കോഡില്ലേ, അതിൽ കാണത്തില്ലേ? അപ്പോൾ 1000 ഇത് ഈ 7 കോഡായിരുന്നു ആസ്കിയിലുള്ളത്. അപ്പോൾ 7 നമ്പർ എന്നുള്ളത് ശരിയല്ലാത്തതെന്ന് പറഞ്ഞാൽ വാസ്തുശാസ്ത്രപരമായി നോക്കുമ്പോൾ തെറ്റായതുകൊണ്ടല്ല കേട്ടോ. കമ്പ്യൂട്ടറിൽ 8, 16 എന്നുള്ളതാണ് എളുപ്പം, കാൽക്കുലേഷനൊക്കെ എളുപ്പം. അതുകൊണ്ട് 8 ആക്കി. അപ്പോഴും അവർ ഈ 128 ക്യാരക്ടർ മാത്രമേ സ്റ്റോർ ചെയ്തുള്ളൂ. ഒരു കാര്യം ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ബിറ്റെല്ലാം 0 ആക്കി വെച്ചു. അപ്പോഴും 128 ഉണ്ടെന്ന് തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഈ 128 എന്ന് പറയുമ്പോൾ അതിന് കുറേ ലിമിറ്റേഷനുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാരക്ടറും സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ഇംഗ്ലീഷിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും സ്റ്റോർ ചെയ്യാൻ പറ്റും, കീബോർഡിലുള്ളത് സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ അതേസമയം ബാക്കിയുള്ള കുറേ ഫോർമാറ്റുകളൊക്കെ ഉണ്ടാവും. അതായത് ഇപ്പം ചൈനീസ് ക്യാരക്ടേഴ്സ്, അല്ലെ മലയാളത്തിലുള്ള ക്യാരക്ടർ, അല്ലെ ഹിന്ദിയിലുള്ള ക്യാരക്ടർ, അതൊന്നും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും അങ്ങനെ കൂടുതൽ ക്യാരക്ടർ സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് പുതിയ ക്യാരക്ടർ, പുതിയ കോഡിങ്ങുകൾ അവർ ഡെവലപ്പ് ചെയ്തു. നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻക്രീസ് ചെയ്തു. 8 ഇൻക്രീസ് ചെയ്തതിന് ശേഷം അടുത്തത് 16 ആണ്. 8 കഴിഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടറിന് ഇഷ്ടമുള്ള നമ്പർ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ 16 ബിറ്റിൽ സ്റ്റോർ ചെയ്തു. അപ്പോൾ 2⁻16 പറ്റും. അങ്ങനെ ഒരു യൂണീക്ക് കോഡ് ഫോർമാറ്റ് ചെയ്തു. ഈ 2⁻16 എന്ന് പറയുന്ന വാല്യൂ 65,536 ആണ്. 65,536 ആണ് 2⁻16 എന്ന് പറയുന്ന വാല്യൂസ്. അപ്പോൾ 65,000 ക്യാരക്ടേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ
ഒരുമാതിരിപ്പെട്ട എല്ലാ ലാംഗ്വേജിലെയും കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റി. പക്ഷേ എന്നാലും കുറച്ച് കുറവായിരുന്നു, കുറച്ച് എല്ലാം മറ്റും സ്റ്റോർ ചെയ്യാൻ എന്നാലും പറ്റുന്നില്ലായിരുന്നു. വീണ്ടും പുതിയ പുതിയ ലാംഗ്വേജുകളും പുതിയ എല്ലാ ലാംഗ്വേജുകളും റെപ്രസെൻ്റ് ചെയ്യേണ്ട ആവശ്യം വന്നപ്പോൾ വീണ്ടും അത് 32 ബിറ്റിലേക്കൊക്കെ മാറി. ഇത് യൂണിക്കോഡ് എന്ന് പറയുന്ന ഇത് ഡെവലപ്പ് ചെയ്തത് ഒരു ഫോറമാണ്. ISO എന്ന് പറയുന്ന ഒരു ഫോറമാണ്. ISO ഇതിൻ്റെ ഫുൾ ഫോം സാധാരണ PSCക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ISOയുടെ ഫുൾ ഫോം സ്വാഭാവികമായിട്ടും അവർ 4 ഓപ്ഷൻ തരും. ഒരു ഓപ്ഷൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ആയിരിക്കും. അത് തെറ്റാണ്. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്നാണ് കേട്ടോ. ISO എന്നായതുകൊണ്ട് ഇൻ്റർനാഷണൽ, രണ്ടാമത്തേത് സ്റ്റാൻഡേർഡ് എന്നായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ എന്നാണ് ഓപ്ഷൻ ഉണ്ടാവുക. പക്ഷേ അതല്ല ആൻസർ. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്നാണ് ISOയുടെ ഫുൾ ഫോം. നമ്മളിനി ISO OSI മോഡലൊക്കെ പഠിക്കും. അത് ഈ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു മോഡലാണ്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള മോഡലാണ്. ക്ലിയർ ആണോ? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ISO എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? അടുത്തതിലേക്ക് പോവാം. എക്കോ റെക്കോർഡ് അപ്പോൾ അടുത്തത് ഡാറ്റ റെപ്രസെൻറ്റേഷൻ നമ്പേഴ്സ്. ടെക്സ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. 3-4 ടൈപ്പ് ഉണ്ട്. ആസ്കി, പല കോഡിംഗ് സിസ്റ്റം ഉണ്ട്. ഒരെണ്ണമാണ് ആസ്കി, അടുത്തത് എക്സ്റ്റൻഡഡ് ആസ്കി, യൂണിക്കോഡ്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇനി നമ്പർ റെപ്രസെൻറ്റ് ചെയ്യാനും ഏകദേശം ആസ്കി വെച്ചിട്ട് തന്നെയാണ് നമ്പറും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പർ ഉണ്ടല്ലോ, ഇപ്പോൾ 0 എന്ന് പറയുന്ന നമ്പറാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അവസാനത്തെ 4, അതായത് എക്സ്റ്റൻഡഡ് ആസ്കി, നമ്മൾ സാധാരണ ആസ്കി 7 ബിറ്റിൽ ഡെവലപ്പ് ചെയ്തു. എക്സ്റ്റൻഡഡ് ആസ്കി എന്ന് പറയുന്നത് അത് എന്താക്കി, അത് 8 ബിറ്റാക്കി അല്ലേ. 8 ബിറ്റാക്കിയപ്പോൾ ആദ്യത്തെ എല്ലാം എപ്പോഴും 1 ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഡിജിറ്റ് സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവസാനത്തെ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 0, 1, 2, 3, 9 വരെയുള്ള കാര്യങ്ങളാണ് സ്റ്റോർ ചെയ്യേണ്ടത്. 0, 1, 2, 3 എക്സെട്ര 9 വരെയുള്ളത്. അപ്പോൾ 0 സ്റ്റോർ ചെയ്യുന്നത് എത്ര ബിറ്റിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? 8 ബിറ്റിലായിരിക്കും അല്ലേ. 0 8 ബിറ്റ് സ്റ്റോർ ചെയ്യും, 1 8 ബിറ്റ് സ്റ്റോർ ചെയ്യും. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ ഇതാണ് ആസ്കിയിൽ. അതായത് ഈ 8 ബിറ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ 8 ബിറ്റ് ഇങ്ങനെ വന്നാൽ അതിൻ്റെ അർത്ഥം 0 എന്ന് പറയുന്ന ക്യാരക്ടറാണ് സ്റ്റോർ ചെയ്തേക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ ആണോ? ഓക്കെ. അതിൽ നമ്പർ സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുള്ള എന്താണെന്ന് ചോദിച്ചാൽ, അവസാനത്തെ 4 ബിറ്റിൻ്റെ ബൈനറി എന്ന് പറയുന്നത് ഈ നമ്പറിനോട് ഈക്വൽ ആയിരിക്കും. 0 0 0 0 എന്ന് പറഞ്ഞാൽ അത് ഡെസിമൽ നമ്പർ 0 ആണ്. 0 0 0 1 എന്ന് പറഞ്ഞാൽ അത് ഡെസിമൽ നമ്പർ 1 ആണ്. 0 0 1 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 0 1 0 0 0 1 0 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 0 0 എന്ന് പറയുന്നത് 0 ആണ്. 0 1 എന്ന് പറയുന്നത് 1 ആണ്. 1 0 എന്ന് പറയുന്ന ബൈനറിയിൽ 2 ആണ്. 1 1 എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. അതുകൊണ്ടാണ് 2 ബിറ്റ് ഉപയോഗിച്ചിട്ട് 2 ബിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് 4 നമ്പർ സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 7 ബിറ്റ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താൽ അതുകൊണ്ട് നമുക്ക് എത്ര എണ്ണം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? 2⁻7 128 നമ്പേഴ്സ്, 128 ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അവസാനത്തെ 4 ബിറ്റ് ബൈനറി നമ്പറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്താൽ അതിൻ്റെ ഈക്വലൻ്റ് ഡിജിറ്റ് ഏതാണോ അത് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെയുള്ള 4 ബിറ്റില്ലേ, ഈ 4 എണ്ണം, ആദ്യത്തെ 4 ബിറ്റ് 0 0 1 1 എന്ന് പറയുന്നത് അതെന്താണ് സാധനം? 0 0 1 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ എത്രയാണ്? 0 0 1 1 എന്ന് വെച്ചാൽ 3 ആണ് അല്ലേ. 0 0 1 1 എന്ന് വെച്ചാൽ 3 ആണ്, ആണല്ലോ. ഇത് നിങ്ങൾക്ക് ആവശ്യം വരും. നിങ്ങൾ 5th സെമിസ്റ്ററിൽ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നൊരു പേപ്പർ ഉണ്ടാവും. മൈക്രോ പ്രോസസ്സർ പഠിക്കുമ്പോൾ നിങ്ങൾ ആസ്കി ടു ബൈനറി കൺവേർഷൻ, ബൈനറി ടു ആസ്കി കൺവേർഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. അപ്പോൾ ഒരു ബൈനറി നമ്പറിനെ ആസ്കിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട അവസാനത്തെ 4 ബിറ്റ് എന്ന് പറയുന്ന ആ നമ്പർ തന്നെയായിരിക്കും ആദ്യത്തെ ഒരു ഡിജിറ്റിനെ ഒരു സാധാരണ ഡെസിമൽ നമ്പറിനെ ആസ്കിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ
അവസാനത്തെ 4 ഡിജിറ്റ് ആ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ആയിരിക്കും. ആദ്യത്തെ 4 ഡിജിറ്റ് എന്ന് പറയുന്നത് 3യുടെ ബൈനറി ആയിരിക്കും. ക്ലിയർ ആണോ? അതുപോലെ തിരിച്ച് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ച് കൺവേർട്ട് ചെയ്യണം, ആസ്കീനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നും നോക്കാനില്ല. അവസാനത്തെ 4 നമ്പറിൻ്റെ ബൈനറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. 0001 ആണെങ്കിൽ 1 ആണ്, 0010 ആണെങ്കിൽ 2 ആണ്, 0011 ആണെങ്കിൽ 3 ആണ്, 0100 ആണെങ്കിൽ 4 ആണ്, അങ്ങനെ പോകും. ക്ലിയർ ആണല്ലോ? Number is also represented as bit pattern. Commonly the number is directly converted to a binary number to simplify mathematical operations. ഇതിനെ ഡയറക്റ്റ് ഈ അവസാനത്തെ 4 എടുത്താൽ, അതായത് നമ്മൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് 1+2 എന്ന് ചെയ്യുകയാണ്. 1 എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ്, 2 എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ് കമ്പ്യൂട്ടറിൽ. അപ്പോൾ അഡീഷൻ നടത്തണമെങ്കിൽ ഈ 4 എണ്ണവും കൂടെ തമ്മിൽ കൂട്ടിയാൽ ആഡ് ചെയ്താൽ മതി. അതിൻ്റെ റിസൾട്ട് ആയിരിക്കും എന്തെന്ന് റിസൾട്ട് കിട്ടുന്നത്. അതായത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സംശയങ്ങൾ? നീ പറയുന്നതൊക്കെ ശരിയായിരിക്കുമോ? അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടോ? ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ? ഇല്ല, എനിക്ക് അടുത്തതിൽ പോവാം. അടുത്ത ഇമേജ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇമേജ് റെപ്രസെൻറ്റേഷൻ. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം. ഇൻ ഇറ്റ് സിംപ്ലസ്റ്റ് ഫോം ആൻ ഇമേജ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ മെട്രിക്സ് ഓഫ് പിക്സൽസ് വെയർ ഈച്ച് പിക്സൽ ഈസ് എ സ്മോൾ ഡോട്ട്. നിങ്ങൾ ഒരു കമ്പ്യൂട്ടറിലൊക്കെ ഇട്ടിട്ട് ഒരു പിക്ചർ എടുത്തിട്ട് സ്ക്രോൾ ചെയ്ത് വലുതാക്കി നോക്കുവാണെങ്കിൽ വലുതാകുമ്പോഴത്തേക്ക് അതിൻ്റെ റൗണ്ടായിട്ട് കാണാൻ പറ്റും അല്ലേ? ഇച്ചിരി ബ്ലഡായിട്ട് കണ്ടിട്ടുണ്ടോ? വീട്ടിൽ പഴയ ടി വി ഉണ്ടെങ്കിൽ, പഴയ CRT മോണിറ്ററുള്ള ഗർഭിണിയായിട്ടിരിക്കുന്ന ടി വി ഇല്ലേ, അങ്ങനത്തെ ടി വി ഉണ്ടെങ്കിൽ ആ ടി വിയിൽ പോയിട്ട് അടുത്ത് നിന്ന് നോക്കിയാൽ ആ സ്ക്രീനെ കാണാൻ പറ്റും. ചെറിയ ചെറിയ ഡോട്ടുകൾ കാണാൻ പറ്റും അടുത്തടുത്ത് മെട്രിക്സ് പോലെ. കണ്ടിട്ടില്ലേ? ആ സാധനം അതുപോലെ മെട്രിക്സ് പോലെയാണ് നമ്മുടെ ഇമേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ പണ്ട് ബാലർമയൊക്കെ വീട്ടിൽ വരുത്തുന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ ഡോട്ടുകൾ തരും. എന്നിട്ട് ആ ഡോട്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചോ എന്ന് പറഞ്ഞ് 1 2 3 എന്ന് പറഞ്ഞ് നമ്പർ ഇടും. എല്ലാം തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? എന്തെങ്കിലും ഒരു ഇമേജ് കിട്ടും അല്ലേ? എന്തെങ്കിലും ഒരു ഫോട്ടോ പോലെ ഒരു സാധനം കിട്ടും. ആണല്ലോ? കണ്ടിട്ടില്ലേ അങ്ങനത്തെ? അപ്പോൾ നിങ്ങളാരും ബാലരമയൊന്നും വായിച്ചിട്ടില്ലേ? നിങ്ങൾ നേരിട്ട് ഡിപ്ലോമ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്നവരാണോ? ബാലരമയെ കണ്ടിട്ടുള്ളൂ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൻ്റെ ബുക്കൊന്നും കണ്ടിട്ടില്ല അല്ലേ? അങ്ങനെ കുറച്ച് പേരുണ്ടാവുമായിരിക്കും. കുറച്ച് പേര് ബാലരമയെ കണ്ടിട്ടുള്ളൂ, കമ്പ്യൂട്ടർ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിനെ ചെറിയ ചെറിയ ഡോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ചെറിയ ഡോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ചെറിയ ഡോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിനും ഓരോ കളർ കൊടുക്കും. അപ്പോൾ ആ ഓരോന്നും ഏത് കളറാണ്, അപ്പോൾ എല്ലാം കൂടി വരുമ്പോഴത്തേക്കും വലിയൊരു ഇമേജ് ആയിട്ട് തോന്നും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കൊടുത്തേക്കുന്ന സാധനമാണെങ്കിൽ ഇപ്പോൾ 6, ഇവിടെ തൊട്ട് ഇവിടെ വരെ കുറേ ഡോട്ടുകളുണ്ടാവും. ഓരോ ഡോട്ടിനും വൈറ്റ് കളർ കൊടുത്തു. അതിൻ്റെ അപ്പുറത്തുള്ള ഡോട്ടിനെല്ലാം ബ്ലൂ കളർ കൊടുത്തു. അപ്പോൾ അതെല്ലാം ബ്ലൂവിൽ കണ്ടു, താഴോട്ടുള്ള എല്ലാം വൈറ്റിൽ കണ്ടു. അങ്ങനെ ഇതുപോലെ ഒരു മെട്രിക്സ് ഫോമിലായിരിക്കും സാധനം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതൊരു വലിയ മെട്രിക്സ് ആയിട്ട് വരച്ചേക്കുന്നേ ഉള്ളൂ. വലത്ത് സൈഡിൽ താഴെ കൊടുത്തേക്കുന്ന മെട്രിക്സ് പോലെ ഡോട്ട് കണ്ടില്ലേ? ഇത്രയും സ്പേഷ്യസ് ആയിരിക്കില്ല, വളരെ അടുത്തടുത്തായിരിക്കും മെട്രിക്സ് ഉള്ള. കമ്പ്യൂട്ടറിന് അല്ല, ടി വിയുടെ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും തൊട്ടടുത്തടുത്താണ്. അപ്പോൾ തൊട്ടടുത്തടുത്ത് ഇങ്ങനെ കളറുകൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒരു കണ്ടിന്യൂസ് ഇമേജ് പോലെ തോന്നും നമുക്ക്. ഇതിൽ 640 480 റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് കാണും, അല്ലെ 1020 1020 റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് റെസൊല്യൂഷൻ കാണും. 640 480 റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഹൊറിസോണ്ടലി ഈ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ അങ്ങനത്തെ 640 പിക്സലുകൾ കാണും. ഓരോന്നിനും പിക്സൽ എന്നാണ് പറയുന്നത്. പിക്സൽ എന്ന് പറയുന്നത് പിക്ചർ എലമെൻറ്റിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ 640 താഴോട്ട് 480 640/480 റെസൊല്യൂഷൻ ഉണ്ടാവും ഇല്ലേ? നിങ്ങളെ മാത്സിനകത്ത് മെട്രിക്സ് പഠിപ്പിച്ചിട്ടില്ലേ? മെട്രിക്സ് എന്തിനാണ് പഠിച്ചത് അല്ലേ? വളരെ കഷ്ടപ്പെട്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും പഠിച്ചു, അഡീഷൻ പഠിച്ചു, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് പഠിച്ചു അല്ലേ? ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ?
യൂസ് ചെയ്യുന്നുണ്ടോ എവിടെയെങ്കിലും? കടയിൽ പോയി സാധനം മേടിക്കുമ്പോൾ ആവശ്യമുണ്ടോ? ആവശ്യമുള്ളത് കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേയിലാണ്. കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേയിൽ ആ മെട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് സാധനം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ചുമ്മാ ഒരു ഇമേജ് എടുത്തിട്ട് റൊട്ടേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഞെക്കുമ്പോഴത്തേക്കും നേരെ നിൽക്കുന്ന ഞാൻ ചെരിഞ്ഞ് കിടക്കുന്ന പോലെ ആയി പോകത്തില്ലേ? ഇല്ലേ? അത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ആണ് എടുക്കുന്നത്. അതായത് ഡിസ്പ്ലേ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കും. അപ്പോൾ അത് നേരെ തിരിഞ്ഞിരിക്കും. മനസ്സിലായോ? അതാണ് മെട്രിക്സിൻ്റെ ആപ്ലിക്കേഷൻ, അതിനകത്താണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ മെട്രിക്സിൻ്റെ ഓരോ എലമെൻറ്റുകളും ഓരോ പിക്ചറിൻ്റെ കളറാണ്. ഏത് കളർ വേണമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ 5 എന്ന് പറയുന്ന കളറാണ് ചിലപ്പോൾ റെഡ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അടുത്ത മെട്രിക്സിൻ്റെ എലമെൻറ്റ് 3 ആണെങ്കിൽ ചിലപ്പോൾ ഗ്രീൻ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അങ്ങനെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റൊട്ടേറ്റ് ഒക്കെ നമ്മൾ സൂമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇമേജ് ബ്ലഡായി പോയി വലിയ റൗണ്ടുകളായിട്ട് കാണാൻ പറ്റും. അതായത് ഈ പിക്ചർ എലമെൻറ്റ് വലുതായി വരുന്നതാണ്. അപ്പോൾ 640/480 റെസൊല്യൂഷൻ, ഹൈ റെസൊല്യൂഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഹൈ റെസൊല്യൂഷൻ ഇമേജ് HD എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതിൻ്റെയൊക്കെ അർത്ഥം ഈ ഡോട്ടുകളുടെ എണ്ണം വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഇവിടുന്ന് തൊട്ട് ഇങ്ങോട്ട് എന്തായിരിക്കും? ഒത്തിരി ഡോട്ടുകൾ കാണും. കുറേ ഡോട്ടുകൾ വളരെ അടുത്ത് കാണും. ഇപ്പോൾ തന്നെ ഓർത്ത് വയ്ക്കുക, നമ്മുടെ സാധാരണ ഒരു കമ്പ്യൂട്ടറിൻ്റെ റെസൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് 640/480 ആയിരുന്നു. അതായത് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൻ്റെ ഇടതുവശം തൊട്ട് വലതുവശം വരെ 640 ഡോട്ടുകളുണ്ടാകും. അപ്പോൾ എത്ര ചെറുതായിരിക്കും എന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ അത്രയും ഇന്ന് താഴോട്ട് 480 ഇത് പണ്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 1000-ന് മേളിലൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും ചെറുതായി. അപ്പോൾ ഹൈ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അതാണ്, വളരെ ചെറുതാണ്. അപ്പോൾ എന്താണ്, നമുക്ക് മോഹൻലാലിനെ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹീറോ ആരാണ്? ടൊവിനോ തോമസ് ആയിരിക്കും അല്ലേ? ടൊവിനോ തോമസിനെയൊക്കെ കാണുമ്പോൾ നല്ല സുന്ദരനായിട്ട് കാണാൻ പറ്റും നമ്മുടെ സ്ക്രീനിൽ നോക്കിയാൽ. വളരെ പ്രിസൈസ് ആയിട്ട് പുള്ളിയുടെ മുഖത്തെ ഓരോ ഫീച്ചേഴ്സും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതെന്ന് പറയുന്നത് ഈ വളരെ ഓരോ ചെറിയ ഡോട്ടിനും ഓരോ കളർ കൊടുത്ത് രണ്ടും തമ്മിലുള്ള കോൺട്രാസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, it is the simplest form of in its simplest form an image is composed of a matrix of pixels. പിക്സൽ എന്ന് പറഞ്ഞാൽ പിക്ചർ എലമെൻ്റ് എന്നാണ്. വേർ ഈച്ച് പിക്സൽ ഈസ് കോൾഡ് എ ഡോട്ട്. ഒരു ഡോട്ടാണ്, ഇതുപോലെ ഒരു ഡോട്ടാണ്. ഇത് അടുത്ത പിക്സലാണ്, ഇത് അടുത്ത പിക്സലാണ്, അങ്ങനെ പോകും. ദ സൈസ് ഓഫ് ദ പിക്സൽ ഡിപ്പെൻഡ്സ് ഓൺ റെസൊല്യൂഷൻ. പിക്സലിൻ്റെ സൈസ് എന്ന് പറയുന്നത് റെസൊല്യൂഷൻ കൂടുതലാണെങ്കിൽ പിക്സലിൻ്റെ സൈസ് കുറവായിരിക്കും. ഓക്കെ, ആഫ്റ്റർ ആൻ ഇമേജ് ഈസ് ഡിവൈഡഡ് ഇൻ ടു പിക്സൽ, ഈച്ച് പിക്സൽ ഈസ് അസൈൻഡ് എ ബിറ്റ് പാറ്റേൺ. അതായത് ഓരോ പിക്സലിനകത്ത് ഓരോ കളർ കൊടുക്കണം എന്ന് പറഞ്ഞു. ഓരോ കളർ കൊടുക്കണമെങ്കിൽ കളറിൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞു 5 എന്ന് വേണം സ്റ്റോർ ചെയ്താൽ റെഡിലായിരിക്കും അത് കാണിക്കുന്നത്. അപ്പോൾ ഒരു ഇമേജ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഫോർമാറ്റിലായിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്. മെട്രിക്സിനകത്ത് ഓരോ ഡോട്ടിനും ഏത് കളർ കൊടുക്കണം എന്നായിരിക്കും ആ മെട്രിക്സിൽ ആ വാല്യൂ കൊടുക്കുന്നത്. ആണല്ലോ. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് കാണിച്ചു തരാൻ പറ്റുകയാണെങ്കിൽ ഞാനിവിടെ 5 കൊടുത്തു, ഇവിടെ 4 കൊടുത്തു, ഇവിടെ 5 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു, ഇവിടെ 4 കൊടുത്തു. ഓക്കെ, ഇതിനകത്ത് 5 ആണ് റെഡ് കളറിൽ കാണിക്കും. അപ്പോൾ ഇതെല്ലാം റെഡ് കളറിൽ കാണിക്കും. ഈ 2 എന്ന് പറയുന്നത് വേറൊരു കളറിൽ കാണിക്കും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് 5 ഇങ്ങനെ കൊടുക്കാം. 5 ഇവിടെ 5 കൊടുക്കാം. അപ്പോൾ 5 എല്ലാം വേണമെങ്കിൽ നമുക്കൊരു റെഡ് കളർ കൊടുക്കാം. റെഡിൽ കൊടുക്കും. ഇനി 4 വേണമെങ്കിൽ നമുക്ക് വേറെ കളർ കൊടുക്കാം. ഇതിങ്ങനെ കൊടുക്കുകയാണ്. ഇതാണ് മെട്രിക്സ്. ഇത് ഇപ്പോൾ ചെറുതാക്കും. ഞാൻ ചെറുതാക്കും തോറും അത് കണ്ടിന്യൂസ് ഇമേജ് പോലെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ?
അതാണ് ഞാൻ പറഞ്ഞത്. റെസൊല്യൂഷൻ കൂടുതലാണെന്ന് പറഞ്ഞാൽ ഇത് കുറവാണ്. ഇതിൽ കൂടുതൽ എനിക്ക് കുറയ്ക്കാൻ പറ്റില്ല. സ്ക്രീനിൻ്റെ സൈസ് ഇതിലും കുറയില്ല. അതുകൊണ്ടാണ് വലുതാക്കും തോറും നമുക്കത് ബ്ലർഡായിട്ട് കൂടുതൽ അതിൻ്റെ ഡിഫറൻസ് തമ്മിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ക്ലിയർ ആണോ പറഞ്ഞു തന്നത്? അപ്പോൾ ഇങ്ങനെയാണ്. ഇതൊരു മെട്രിക്സ് ആണ്. ഇതിപ്പോൾ എന്താണ്? 3/4 മെട്രിക്സ് ആണ്. 3 കോളവും 4 റോയും ഉള്ള മെട്രിക്സ് ആണ്. ഇതാണ് ഡിസ്പ്ലേ ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ടൊവിനോ തോമസിനെയും ഒക്കെ ഇമേജ് നമ്മൾ കാണുന്നത് കമ്പ്യൂട്ടറിൽ. ഇതുപോലെ മെട്രിക്സിനകത്ത് ഓരോ കളറും അവരുടെ ഓരോ സ്ഥലത്തെയും കളർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ ആണോ ഇത്രയും? ഓക്കെ. ഇനി പറഞ്ഞേക്കുന്നത് ഈ 5 സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? ഈ 5 സ്റ്റോർ ചെയ്യണേ 5 സ്റ്റോർ ചെയ്യാൻ പറ്റില്ലല്ലോ, ബൈനറി ആയിട്ടല്ലേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ബൈനറി ആയിട്ട് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരു ചിലപ്പം 5 ബിറ്റോ അല്ലെ 10 ബിറ്റോ ഒക്കെ ആയിരിക്കും കൊടുത്തേക്കുന്നത്. ഇവിടെ 10 ബിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2/10 കളേഴ്സ് സപ്പോർട്ട് ചെയ്യുമെന്ന് പറയും. ഇവിടെ 1 ബിറ്റേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളെങ്കിൽ 1ഉം 0ഉം മാത്രമേ ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഓരോ മെട്രിക്സിൻ്റെ ഓരോ എലമെൻറ്റും 1ഉം 0ഉം മാത്രമാണെന്ന് വിചാരിക്കുക. 1ഉം 0ഉം മാത്രമാണെന്ന് വിചാരിക്കുക. 1ഉം 0 ആണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് വൈറ്റ് കളർ കാണിക്കുക, അല്ലെങ്കിൽ 0 ആണെങ്കിൽ ബ്ലാക്ക് കാണിക്കുക. 1 ആണെങ്കിൽ വൈറ്റ് കാണിക്കുക, 0 ആണെങ്കിൽ ബ്ലാക്ക് കാണിക്കുക. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ നസീറിനെയൊക്കെ കാണുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലേ കണ്ടുകൊണ്ടിരുന്നത്? നസീറിൻ്റെയൊക്കെ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം നസീറിൻ്റെയൊക്കെ കാലത്ത് കളർ വന്നെന്ന് തോന്നുന്നു. അതിന് മുമ്പുള്ള കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അതിൻ്റെ അർത്ഥം ഒരു മെട്രിക്സിനകത്ത് ഒരു മെട്രിക്സിൻ്റെ ഓരോ എലമെൻ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബിറ്റാണ്. ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0 സ്റ്റോർ ചെയ്യാം. 2 ബിറ്റ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. 2 ബിറ്റ് കൊടുത്താൽ നമുക്ക് 4 കളർ സ്റ്റോർ ചെയ്യാം. 3 ബിറ്റ് കൊടുത്താൽ 2/3 8 കളർ സ്റ്റോർ ചെയ്യാം. 4 എണ്ണം കൊടുത്താൽ 2/4 16 കളേഴ്സ് സ്റ്റോർ ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ അതാണ് ആഫ്റ്റർ ആൻ ഇമേജ് ഈസ് ഡിവൈഡഡ് ഇൻ ടു പിക്സൽ ഈച്ച് പിക്സൽ ഈസ് അസൈൻഡ് എ ബിറ്റ് പാറ്റേൺ. ആ ബിറ്റ് പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തത്. 5 ആണെങ്കിൽ 1 0 0 0 1 എന്നൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ബിറ്റ് പാറ്റേൺ. ഫോർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ഓൺലി 1 ബിറ്റ് ഈസ് റിക്വയർഡ് പെർ പിക്സൽ. ക്ലിയർ അല്ലേ? ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0 സ്റ്റോർ ചെയ്താൽ മതി. ബ്ലാക്കോ വൈറ്റോ മതി. അപ്പോൾ 1 0 എന്ന് മതി. ബ്ലാക്ക് ആണെങ്കിൽ 0, വൈറ്റ് ആണെങ്കിൽ 1. ഫോർ കളർ ഇമേജസ് ഈച്ച് പിക്സൽ കളർ ഈസ് സ്റ്റോർഡ് ഇൻ കറസ്പോണ്ടിങ് പൊസിഷൻ. കളർ ഇമേജ് ആണെങ്കിൽ ആ കളർ റെഡിൻ്റെ കളർ ഏതാണ്? 5 ആണെങ്കിൽ 5 എന്നായിരിക്കും അവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത്. ഗ്രീൻ 3 ആണെങ്കിൽ ഗ്രീൻ 3 എന്നായിരിക്കും. ഗ്രീൻ വരേണ്ടിയിടത്തെല്ലാം 3 എന്നായിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ ഒരു 640/480 സൈസുള്ള ഒരു മെട്രിക്സ് ആയിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഓർക്ക് കമ്പ്യൂട്ടറിൽ എന്തുമാത്രം ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും നോക്കുക. 640/480 എന്നുള്ള ഒരു ഇതിലാണ് ഈ ഇമേജ് മൊത്തം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. 640/480 റെസൊല്യൂഷനുള്ള 640x480 എലമെൻറ്റ്സ് ഉള്ള ഒരു മെട്രിക്സിലാണ് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ക്ലിയർ ആണെങ്കിൽ അടുത്തതിലേക്ക് പോകാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. അടുത്ത ഡാറ്റ റെപ്രസെൻറ്റേഷൻ ഓഡിയോ. ഇതിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ടെക്സ്റ്റും നമ്പറും ഇമേജസും ആണ്. ഓഡിയോ എന്ന് നമുക്ക് അത്ര അതായിട്ടല്ല, അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. ഇറ്റ് ഈസ് ഓഡിയോ എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് സൗണ്ട് ആണ്. ഓഡിയോ ഈസ് കണ്ടിന്യൂസ് സിഗ്നൽ ആണ്. യേശുദാസൊക്കെ പാടുമ്പോൾ കണ്ടിന്യൂസ് ആണ്. ഞാനൊക്കെ ക്ലാസ് എടുക്കുന്ന പോലെ പറന്നുള്ള സൗണ്ട് കേൾക്കില്ല, കണ്ടിന്യൂസ് ആയിരിക്കും ഓഡിയോ. ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഫ്രം മൈക്രോഫോൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഡിജിറ്റൽ സിഗ്നൽ. അതൊരു ഡീറ്റെയിൽഡ് പ്രോസസ്സാണ്. അത് നിങ്ങൾക്ക് വേറെ സാമ്പിളിംഗ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. സാമ്പിളിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് നമുക്ക് കുറച്ച് അതിൻ്റെ ഒരു ഇനീഷ്യൽ ഭാഗം പഠിക്കാനുണ്ട്. അങ്ങനെയാണ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിരിക്കും സിഗ്നൽ. ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ 0ഉം 1ഉം ആയിട്ടായിരിക്കും അതിനെ സ്റ്റോർ ചെയ്തേക്കുന്നത്. കമ്പ്യൂട്ടറിൽ എന്ത് സാധനം സ്റ്റോർ ചെയ്താലും 0ഉം 1ഉം ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓഡിയോ ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെപ്രസെൻറ്റേഷൻ ഓഫ് സൗണ്ട്. ഓഡിയോ ഈസ് കണ്ടിന്യൂസ് സിഗ്നൽ. ഇലക്ട്രിക്കൽ സിഗ്നൽ ഫ്രം മൈക്രോഫോൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഡിജിറ്റൽ ആൻഡ് സ്റ്റോർഡ്. അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ക്ലിയർ ആണോ? ഓഡിയോ. അടുത്തത് വീഡിയോ. ഡൗട്ടില്ലെങ്കിൽ അടുത്തതിലേക്ക് പോവാം. പ്രൈമറി കളേഴ്സിന് കേട്ടിട്ടുണ്ടോ? കളറിനകത്തൊരു പോയിന്റ് പറയാൻ വിട്ടുപോയി, ഇമേജസിനകത്തൊരു പോയിന്റ് പറയാൻ വിട്ടുപോയി. പ്രൈമറി കളർ എന്തൊക്കെയാ? പ്രൈമറി കളേഴ്സ് റെഡ്, RGB എന്ന് കേട്ടിട്ടുണ്ടോ? RGB റെഡ് ഗ്രീൻ ബ്ലൂ. റെഡ് ഗ്രീൻ ബ്ലൂ എന്ന് പറയുന്നതാണ് പ്രൈമറി കളേഴ്സ്. ഈ 3 കളർ ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ ഏത് കളർ വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാം. അതുകൊണ്ടാണ് അതിനെ റെഡ് ബ്ലൂ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഫോർമാറ്റ് ചെയ്യുന്നത്. റെഡ് ഗ്രീൻ ബ്ലൂ.
ആ റെഡ് ഗ്രീൻ, അപ്പോൾ ചിലപ്പോൾ ഒരു പിക്സലിൽ റെഡ് എത്ര ഇൻറ്റൻസിറ്റി കാണിക്കണം, ഗ്രീൻ എത്ര ഇൻറ്റൻസിറ്റി കാണിക്കണം, ബ്ലൂ എത്ര ഇൻറ്റൻസിറ്റി കാണിക്കണം എന്നായിരിക്കും പറഞ്ഞു കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു പിക്സൽ നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഏത് കളർ വേണേലും കാണിക്കാം. ഇപ്പോൾ റെഡും ഗ്രീനും ബ്ലൂവും മൂന്നും ഒരേ ഇൻറ്റൻസിറ്റി കാണിച്ചാൽ ഏത് കളർ കിട്ടും? മൂന്നും ഒരേ ഇൻറ്റൻസിറ്റി കാണിച്ചാൽ വൈറ്റ് കളർ കിട്ടും, മൂന്നും കാണിക്കാതിരുന്നാൽ ബ്ലാക്ക് കളർ കിട്ടും അല്ലേ? ഇതാണ് RGB കോമ്പിനേഷൻ. റെഡ് ഗ്രീൻ ബ്ലൂ മൂന്നും കൂടെ ചേരുന്നിടത്ത് വൈറ്റ് കിട്ടും, റെഡും ഗ്രീനും കൂടെ ചേരുന്നിടത്ത് യെല്ലോ കളർ കിട്ടും, റെഡും ഗ്രീനും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്താൽ യെല്ലോ കളർ കിട്ടും അല്ലേ? ആണോ? ഈ ഇമേജ് കറക്റ്റായിട്ടുണ്ട്. റെഡും ഗ്രീനും കൂടെ കൂട്ടിയാൽ യെല്ലോ കളർ കിട്ടും, റെഡും ബ്ലൂവും കൂടെ കൂട്ടിയാൽ മജന്ത കളർ കിട്ടും, ബ്ലൂവും ഗ്രീനും കൂടെ കൂട്ടിയാൽ സിയാൻ എന്ന് പറയുന്ന കളർ കിട്ടും, മൂന്നും കൂടെ കൂട്ടിയാൽ യെല്ലോ കിട്ടും, ഒന്നും ഇല്ല എങ്കിൽ ബ്ലാക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു പിക്സൽ എന്ന് പറയുന്നത് ഈ 3 കളറിൻ്റെ വാല്യൂസ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലും ചിലപ്പോൾ ചെയ്യാം. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പഴയ TV-യിലൊക്കെ ആണെങ്കിൽ ഒരു ഡോട്ട് എന്ന് പറഞ്ഞാൽ റെഡിന് ഒരു കളർ, റെഡിന് ഒരു ഡോട്ട് എന്ന് പറഞ്ഞാൽ അതിനെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു റെഡും ഒരു ഗ്രീനും ഒരു ബ്ലൂ. അപ്പോൾ അത് മൂന്നും കൂടെ ഒന്നിച്ചാണ് വൈറ്റ് കളറിൽ കാണിക്കും. അങ്ങനെയായിരുന്നു പണ്ട് ഡിസ്പ്ലേ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതിന് പല മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന സെമിസ്റ്ററുകളിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഈ കളറ് വെബ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നൊരു പേപ്പർ ഉണ്ടാവും. അപ്പോൾ ആ പേപ്പറിൽ നമുക്ക് അടുത്ത സെമിസ്റ്ററിൽ വെബ് പ്രോഗ്രാമിംഗ് വരും. നിങ്ങൾക്ക് അടുത്ത സെമിസ്റ്ററിൽ വെബ് പ്രോഗ്രാമിംഗ് ഉണ്ട്. അതിനകത്ത് ഈ കളർ മിക്സ് ചെയ്ത് എങ്ങനെയാണ് പല കളർ കാണിക്കുന്നതെന്നൊക്കെ പഠിക്കാനുണ്ട് ഡീറ്റെയിൽഡായിട്ട്. ഓക്കെ, അപ്പോൾ ഇമേജസ്, ഓഡിയോ. അടുത്തത് വീഡിയോ. വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോ എന്ന് പറയുന്നത് ഇമേജ് കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുക. അതായത് ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സാന്ന് പറഞ്ഞു. അടുത്ത ഇമേജിലേക്ക് പോകണമെങ്കിൽ അടുത്ത മെട്രിക്സ് കാണിക്കും. അത് കഴിഞ്ഞ് അടുത്ത ഇമേജ്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെട്രിക്സിൽ കളറിൻ്റെ മെട്രിക്സ് ചേഞ്ച് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് മോഹൻലാൽ ഓടിപ്പോയിട്ട് പുലിയെ പിടിക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും അല്ലേ? അങ്ങനെയാണ് വീഡിയോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വീഡിയോ റെഫേഴ്സ് ടു ദ റെക്കോർഡിംഗ് ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് ഓഫ് പിക്ചർ ഓർ മൂവി. റെക്കോർഡ് ചെയ്യുന്നതിനാണ് വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ആസ് എ കണ്ടിന്യൂസ് എൻറ്റിറ്റി, എക്സാമ്പിൾ ബൈ എ TV ക്യാമറ. വീഡിയോ ക്യാൻ ബി കണ്ടിന്യൂസ് എൻറ്റിറ്റിയാണ്. അതായത് TV ക്യാമറ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും സാധാരണ ഒരു വീഡിയോ ക്യാമറ ഇല്ല, വീഡിയോ ക്യാമറയാണ് ഉദ്ദേശിക്കുന്നത്. ആ വീഡിയോ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി എ കോമ്പിനേഷൻ ഓഫ് ഇമേജസ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ ഡിജിറ്റൽ സിനിമയൊക്കെ വരുന്നതിന് മുമ്പ് സ്ഫടികം സിനിമ ഉണ്ടാണല്ലോ, സ്ഫടികം മോഹൻലാലിൻ്റെ. അതിനകത്ത് പുള്ളി തിയേറ്ററിൽ പോവില്ലേ, മോഹൻലാൽ തിയേറ്ററിൽ പോയിട്ട് അടിക്കുന്ന ഒരു സീനില്ലേ, മറ്റേ രജനീകാന്തിൻ്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും. അതിനകത്ത് ആ മേളിൽ കയറി ചെല്ലുമ്പോഴത്തേക്കും ഒരാൾ അവിടെ ഒരു സാധനം കറക്കിക്കൊണ്ട് ഇരിക്കുന്നത് കാണാൻ പറ്റും ഇല്ലേ? ഒരാൾ അവിടെ ഇരുന്നിട്ട് ഒരു റോള് കറക്കിക്കൊണ്ടിരിക്കുന്നത് കാണത്തില്ലേ? അത് പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു TV-യിൽ ഡിസ്പ്ലേ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഡിസ്പ്ലേ ചെയ്യുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ സ്റ്റിൽ ഇമേജാണ് കാണിക്കുന്നത്. ഓരോന്നും ഓരോ ഡിഫറെൻറ്റ് ഇമേജാണ്. ആ ഇമേജ് കണ്ടിന്യൂസ് ആയിട്ട് മാറി വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റും. അതാണ് അയാൾ കറക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഫിലിമിൻ്റെ റോളാണ്. ആ ഫിലിം ഓരോന്നും സ്റ്റിൽ ഇമേജസ് ആണ്. ആ സ്റ്റിൽ ഇമേജസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് മൂവ്മെൻറ്റ് പോലെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ആണോ? അതിൻ്റെ ആക്ച്വൽ ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കില്ലേ, നോട്ട്ബുക്കിൻ്റെ പേജിൽ ഒരു ഡോട്ട് ഇടുക, ഓരോ ഡോട്ട് ഇടുക എല്ലാ പേജിലും. ഒരു പേജിൽ ഇടുന്ന ഡോട്ടിൽ നിന്ന് ശകലം മാറ്റി അടുത്ത പേജിൽ ഡോട്ട് ഇടുക, അതിൽ നിന്നൊരു പൊടിക്ക് മാറ്റി അടുത്ത പേജിൽ ഡോട്ട് ഇടുക. അങ്ങനെ എല്ലാ പേജിലും ഡോട്ട് ഇടുക. എന്നിട്ട് പേജ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മറിച്ച് നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് മറിച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഡോട്ട് ഓടിപ്പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നും ഇല്ലേ? ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? സാറ് ഇരുന്ന് ക്ലാസ്സിൽ ആത്മാർത്ഥമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യുന്ന പോലെ അമ്മയെ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് വർത്താനം പറയാനൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് നോട്ട്ബുക്കിനകത്ത് ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യൂലേ? അങ്ങനെ നിങ്ങളാരും ചെയ്തിട്ടില്ലേ? നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിൽ ഇമേജിനെ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചാൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് മാറ്റി ചെറിയ ഡിഫറൻസ് വരുന്ന പല ഇമേജുകളെ മാറ്റി കാണിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അയാൾ നടക്കുന്ന പോലെ അല്ലെങ്കിൽ ഓടുന്ന പോലെ അല്ലെങ്കിൽ ബോൾ എറിയുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. ഓക്കെ, ഡൗട്ടുണ്ടോ എന്തെങ്കിലും? ഓക്കെ, അടുത്ത ഡാറ്റ ഫ്ലോ ഡയറക്ഷനാണ്. അത് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം.
തൽക്കാലം ഇവിടെ നിർത്താം. ഇത്ര നേരം പഠിപ്പിച്ചതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?